ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ ഒരു ബാലൻ തൻ്റെ സ്കൂളിലേക്ക് നടന്നു പോകുകയായിരുന്നു. അവന് ഏകദേശം 12 മുതൽ 13 വയസ്സ് വരെ പ്രായമുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവൻ സ്കൂളിലേക്ക് നടക്കുമ്പോൾ അവൻ നേരെ മാത്രം നോക്കി നടന്നിരുന്ന കുട്ടിയായിരുന്നു. ഒരിക്കൽ ഒരു ദിവസം അവൻ താഴേക്ക് നോക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ അവൻ്റെ കണ്ണുകൾ ഒരു നാണയത്തൊട്ടിൽ ഉടക്കുകയുണ്ടായി. അവൻ ആ നാണയത്തൊട്ട് കരങ്ങളിൽ എടുത്തുകൊണ്ട് അവൻ ചിന്തിച്ചുകൊണ്ട് അവൻ്റെ സ്കൂളിലേക്ക് നടക്കുകയായിരുന്നു. അവൻ ചിന്തിച്ച കാര്യം ഇപ്രകാരമായിരുന്നു: ഞാൻ ഇത്രയും നാള് നേരെ നോക്കി നടന്നു, എന്തുകൊണ്ട് ഞാൻ താഴേക്ക് നോക്കിയില്ല എന്നുള്ളതായിരുന്നു അവൻ്റെ ചിന്ത. പിന്നീട് അവൻ ഓരോ ദിവസവും താഴേക്ക് നോക്കിക്കൊണ്ട് നടക്കുവാനായിട്ട് ഇടയായി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് ആർക്കും ആവശ്യമില്ലാത്ത നാണയത്തൊട്ടുകൾ ലഭിച്ചു. അവന് ലാഭമായി ലഭിച്ചത് ഒരു കൂന് മാത്രം. അവൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് പറയുന്നത്, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ വേണ്ടി, സ്വർഗത്തെ നോക്കി ജീവിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്നാണ് ഇവൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് പറയുന്നത്. വിശുദ്ധ പത്രോസ്ലിഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പത്രോസ്ലിഹ തൻ്റെ വിശ്വാസികളോട് പറയുന്നുണ്ട്: നിങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളിലും പ്രയാസങ്ങളിലും എത്രത്തോളം നിങ്ങൾക്ക് വിശ്വാസത്തിൽ വളരുവാനായിട്ട് സാധിക്കുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾ വിശ്വാസത്തിൽ വളരുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ ലഭിക്കുമെന്നാണ് പത്രോസ്ലിഹ പറയുന്നത്. അതോടൊപ്പം തന്നെ പത്രോസ്ലിഹയുടെ ലേഖനത്തിൽ നമ്മൾ വളരെ വ്യക്തമായി കാണുന്നുണ്ട്, ഓരോ സഹനങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നിരാശയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടും തോറും നമുക്ക് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നിത്യജീവിതം അല്ലെങ്കിൽ നിത്യ രക്ഷ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നാണ് പറയുക. അതോടൊപ്പം തന്നെ പത്രോസ്ലിഹയുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായി നമ്മോട് പറയുന്ന കാര്യമുണ്ട്, ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച്. അത് മലിനമാക്കാത്തതാണ്, നശിക്കപ്പെടാത്തതാണ്, അതോടൊപ്പം തന്നെ വൃത്തിയുള്ളതാണ്, നല്ലതാണെന്നൊക്കെ. ഈ തിരുവചനത്തിലൂടെ നമ്മോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നിക്ഷേപം കണ്ടെത്തേണ്ടത് സ്വർഗരാജ്യത്തിലാണ്. ഭൂമിയിൽ നമ്മൾ നിക്ഷേപം കണ്ടെത്തുമ്പോൾ അത് നശിക്കപ്പെടാമെന്ന്. സ്വർഗത്തിൽ ലക്ഷ്യം കണ്ടെത്തുവാനായിട്ട്, സ്വർഗത്തിൽ നിക്ഷേപം കണ്ടെത്തുന്നവരായി മാറുവാനായിട്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്നാണ് ലേഖനഭാഗം നമ്മോട് പറയുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിൽ 3 ചിന്തകളാണ് വിശുദ്ധ ലൂക്ക നമ്മോട് പറയുന്നത്. ഒന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ച്, രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, മൂന്നാമതായിട്ട് ദൈവവചനത്തെക്കുറിച്ച്. ഈശോയുടെ മരണശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് ജീവിതത്തിൽ എന്താകുമെന്നുള്ള പ്രതീക്ഷയില്ലാതെ വന്നപ്പോഴും ഭയത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചപ്പോഴും ഈശോയുടെ സാന്നിധ്യത്തിലൂടെ അവർ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുകയാണ് ചെയ്തത്. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനായിട്ട് അവർ തയ്യാറായപ്പോൾ മരണത്തിന് പോലും അവർ സന്തോഷം കണ്ടെത്തുകയാണ് ചെയ്തത്. സെന്റ് പോൾ എന്ന സിനിമയിൽ പൗലോസ്ലിഹയുടെ തല അറക്കുവാനായി പോകുമ്പോഴും അവൻ സന്തോഷത്തോടുകൂടി ഒരു ഭയവുമില്ലാതെ അവൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ടായപ്പോൾ, സ്വർഗരാജ്യത്തിന് വേണ്ടി ജീവിക്കണമെന്ന് അവരുടെ ജീവിതത്തിൽ ബോധ്യം വന്നപ്പോൾ അവർ വചനം പ്രഘോഷിക്കുവാനായിട്ട് തുടങ്ങി. അവരുടെ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും അവർ തയ്യാറായി. നമ്മോട് പങ്കുവയ്ക്കുന്ന ചിന്ത ഇപ്രകാരമാണ്: നമ്മുടെ ജീവിതത്തിലും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാനും നമ്മൾ തയ്യാറാണോ എന്ന് പരിശോധിച്ച് നോക്കുക. രണ്ടാമതായിട്ട്, സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതം എപ്രകാരമാണെന്ന് പരിശോധിക്കുക. വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം, വിശുദ്ധ കുമ്പസാരം, അതോടൊപ്പം തന്നെ കുടുംബ പ്രാർത്ഥനയാകാം, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയാകാം, സമൂഹത്തോടൊപ്പമുള്ള പ്രാർത്ഥനയാകാം. ഈ പ്രാർത്ഥനയിൽ ആഴപ്പെടുമ്പോൾ തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നുണ്ട്, എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നിനക്ക് ഞാൻ നൽകുമെന്ന്. ഈ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുക.
ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിലാണെങ്കിലും വിശുദ്ധ കുമ്പസാരത്തിലാണെങ്കിലും നമുക്ക് ആനന്ദവും സന്തോഷവും ലഭിക്കും. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഈ ആനന്ദം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന്. വിശുദ്ധ കുർബാനയിലും എൻ്റെ വിശ്വാസ ജീവിതവും എനിക്ക് ആനന്ദം നൽകുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വചനം പഠിക്കുവാനായിട്ട് സാധിക്കും. ഈ വചനം ഗ്രഹിക്കുവാനും വചനം സ്നേഹിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ, വചനത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാൻ, സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.